മനസ്സിലാക്കി. പ്രത്യേകിച്ച് തീരദേശത്തിലും ഗ്രാമദേശത്തിലും നല്ല എണ്ണം ആൾക്കാർ വോട്ട് ചെയ്തിട്ടുണ്ട്. അവർ ഭൂരിപക്ഷം നമ്മൾക്കാണ് വോട്ട് ചെയ്തിരിക്കണം ഒരു സംശയവുമില്ല. ഞങ്ങളെല്ലാവരും ഇന്നൊരു ചർച്ച ചെയ്യുമ്പോൾ എല്ലാ ഭാഗത്തും കിട്ടുന്ന റിപ്പോർട്ട് കാണുമ്പോൾ ഒരു വമ്പിച്ച ഭൂരിപക്ഷത്തോടെ വിജയം വരും ഈ തവണയും നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അതെ, അത് നന്നായിരുന്നില്ല. എന്തുകൊണ്ടാണ് ഈ വീഴ്ച ഉണ്ടാകുന്നത് ഞാൻ ചീഫ് ഇലക്ഷൻ കമ്മീഷണറെ വിളിച്ച് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഞാൻ തന്നെ 1 മണിക്കൂർ കാത്തിരിക്കേണ്ടി വന്നു ലൈനിൽ. എൻ്റെ കേസ് 40 മിനിറ്റ് ആയിരുന്നു, അദ്ദേഹം 1 മണിക്കൂർ പറഞ്ഞു. പക്ഷെ ഞങ്ങൾക്ക് ചില വോട്ടർമാരെ ഇന്ന് വഴിയിൽ കാണുമ്പോൾ 3-4 മണിക്കൂർ നിൽക്കേണ്ടി വന്ന അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് ചില ഭാഗത്ത്. അത് ശരിക്കും നടക്കരുത്. അത് എന്താ സംഭവം, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചതെന്ന് അന്വേഷിക്കണം. അവരെന്നെ പറഞ്ഞു അവർക്കൊരു സാറ്റിസ്ഫാക്ടറി എക്സ്പ്ലനേഷൻ ഇല്ല, മെഷീൻസ് ഒരു തകരാറുമില്ല എന്ന് പറയുന്നു. 1-2 സ്ഥലത്ത് മെഷീൻ തകരാറുണ്ടായിരുന്നു. പക്ഷേ മെഷീനിൽ ഒരു പ്രശ്നമില്ലാത്ത ഭാഗത്തും കൂടി വലിയ ഡിലേസ് നടന്നിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്തായാലും എൻ്റെ അഭിപ്രായത്തിൽ ഇലക്ഷൻ കമ്മീഷൻ അന്വേഷിക്കണം. ഞാൻ വേറെ കാര്യം മനസ്സിലാക്കുന്നത് അവർ ഈ മണിക്കൂറുകൾ നീട്ടി കുറച്ചും കൂടി സമയം കൊടുക്കാൻ സാധിക്കുമെന്ന് ചോദിച്ചപ്പോൾ ഡൽഹിയിൽ നിന്ന് അവർക്ക് അനുവാദം കിട്ടിയില്ല. അപ്പോൾ ആ സ്ഥിതിയിൽ അവരെല്ലാം 6 മണിക്ക് തന്നെ പൂർത്തിയാക്കണം. പക്ഷേ തിരുവനന്തപുരത്തെ UDF സ്ഥാനാർത്ഥി ശശി തരൂരാണ് സംസാരിച്ചത്. തികഞ്ഞ വിജയപ്രതീക്ഷയും ആത്മവിശ്വാസവും പ്രകടിപ്പിച്ചുകൊണ്ടാണ് ശശി തരൂരിന്റെ പോളിംഗിന് ശേഷമുള്ള പ്രതികരണം വന്നിരിക്കുന്നത്.